കുട്ടനാട്ടിൽ നടക്കുന്ന വി.എസ്. അച്യുതാനന്ദൻ പുരസ്കാര ചടങ്ങിൽ മുൻകാല കർഷക തൊഴിലാളി നേതാക്കളുടെ പേരില്ലാതെ നോട്ടീസ്. ജി. സുധാകരൻ, ഡി. ലക്ഷ്മണൻ എന്നിവരടക്കമുള്ളവരാണ് ഒഴിവാക്കപ്പെട്ടത്. സുധാകരൻ ദീർഘകാല കുട്ടനാട് താലൂക്ക് കമ്മിറ്റി സെക്രട്ടറിയും കർഷക തൊഴിലാളി മാസികയുടെ എഡിറ്ററുമായിരുന്നു. CPM ജില്ലാ സെക്രട്ടറി ആർ. നാസർ കഴിഞ്ഞ ദിവസം സുധാകരന്റെ വീട്ടിലെത്തിയിരുന്നുവെങ്കിലും ക്ഷണിക്കുകയോ നോട്ടീസ് കൈമാറുകയോ ചെയ്തില്ല. ചടങ്ങിൽ സുധാകരൻ പങ്കെടുത്തേക്കില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരണ്യ സ്നേഹജനുണ്ട്. ശരണ്യ, നേരത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറിയൊക്കെ പറയുന്നത് സുധാകരനെ ക്ഷണിച്ചു എന്ന തരത്തിലായിരുന്നു വാർത്തകളും മറ്റും വന്നത്. പോയി വീട്ടിലെത്തി എങ്കിൽ പോലും ക്ഷണിച്ചില്ല എന്നാണ് സുധാകരന്റെ വിശദീകരണം. പങ്കെടുക്കുകയുമില്ല, അല്ലേ? തീർച്ചയായിട്ടും അത് രഞ്ജിത്ത്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജി. സുധാകരനെ കഴിഞ്ഞ ദിവസം വീട്ടിൽ നേരിട്ടെത്തി ഈ പരിപാടി ക്ഷണിക്കാനാണ് എന്നാണ് നമ്മളോട് ജില്ലാ സെക്രട്ടറി ആർ. നാസർ അവിടെ പോയതിനെ സംബന്ധിച്ച് അദ്ദേഹം അൺഒഫീഷ്യലായി പറഞ്ഞത്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതായത് അവിടെ ഇങ്ങനൊരു പരിപാടി ജി. സുധാകരനുമായി ബന്ധപ്പെട്ട വി.എസ്. അച്യുതാനന്ദന്റെ പുരസ്കാരം, വി.എസ്. അച്യുതാനന്ദന്റെ പേരുള്ള പുരസ്കാരം ഇന്ന് MABB അടക്കമുള്ള അഖിലേന്ത്യാ സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുത്തുള്ള പരിപാടിയിൽ ഇന്ന് വിതരണം ചെയ്യുകയാണ്. പക്ഷേ ആ പരിപാടി നടക്കുന്നു എന്ന് പറഞ്ഞതിനപ്പുറത്തേക്ക് ആ പരിപാടിയിലേക്ക് എത്തണമെന്നോ ഏത് സമയത്താണ് പരിപാടി, അങ്ങനെയുള്ള യാതൊരു ക്ഷണവും ജി. സുധാകരനോട് ഉണ്ടായില്ല എന്നുള്ളതാണ്. മാത്രമല്ല, കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം കുട്ടനാട് ഏരിയ കമ്മിറ്റി രൂപീകൃതമാകുന്നതിന് മുമ്പ് പഴയ താലൂക്ക് കമ്മിറ്റിയുടെ ദീർഘകാല സെക്രട്ടറി ആയിരുന്നു ജി. സുധാകരൻ. മാത്രമല്ല, കർഷക തൊഴിലാളി യൂണിയന്റെയും ജില്ലാ ഭാരവാഹിയായിരുന്നു. അത്തരത്തിൽ ജി. സുധാകരൻ, ഡി. ലക്ഷ്മണൻ അടക്കമുള്ള ആളുകൾ കർഷക തൊഴിലാളി മേഖലകളിൽ ധാരാളമായി പ്രവർത്തിച്ചിരുന്ന മുതിർന്ന നേതാക്കളാണ്. പക്ഷെ ഇവരെ ആരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ അനുനയ ശ്രമത്തിന്റെ ഭാഗമായി അവിടെ എത്തിയ ആർ. നാസർ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാൻ മാത്രമാണ് അവിടേക്ക് എത്തിയതെന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു ആശംസകൻ എന്ന രീതിയിൽ പോലും സുധാകരന്റെ പേര് ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ജി. സുധാകരൻ. അദ്ദേഹത്തിന്റെ പേര് പോലും ആ നോട്ടീസിൽ ഇല്ല എന്നുള്ളതാണ്. പുനപ്ര വയലാറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന വാരാചരണ നോട്ടീസിലും ജി. സുധാകരന്റെ പേര് ഇല്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതേസമയം തന്നെ വയലാറിലേക്കുള്ള ദീപശിഖ കൊടുക്കുന്നതിനായി ജി. സുധാകരനെ ക്ഷണിച്ചിട്ടുമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ നോട്ടീസുകൾ പേര് വെക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് തന്നെ കുറെ കാലമായി തന്നെ ഒതുക്കുന്നതിനുള്ള ശ്രമം നടക്കുന്നുവെന്ന് ജി. സുധാകരൻ നിരന്തരം പരാതി ഉന്നയിക്കുകയും അതിനിടയിൽ അദ്ദേഹത്തിന്റെ പരസ്യ പ്രതികരണങ്ങളും ഒക്കെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടി വേണം ഇപ്പോഴത്തെ കാര്യങ്ങളെ നമ്മൾ വിലയിരുത്താൻ. എന്തായാലും നിലവിലത്തെ അവസ്ഥയിൽ ജി. സുധാകരൻ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കരുനാഗപ്പള്ളിയിൽ അദ്ദേഹത്തിന്റെ ഉദ്ഘാടകനായി വെച്ചുകൊണ്ട് നേരത്തെ തന്നെ ഒരു പരിപാടിക്ക് സമയം കൊടുത്തിരുന്നു. ആ പരിപാടിയിൽ പങ്കെടുക്കാനാണ് സാധ്യത. ഇവിടെ ഇപ്പോൾ ആലപ്പുഴ കുട്ടനാട് ഉച്ചയ്ക്ക് ശേഷം CPMന്റെ അഖിലേന്ത്യാ സെക്രട്ടറി MABB, ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ SRPക്കാണ് ഇത്തവണ ആദ്യ പുരസ്കാരം, അതായത് VSന്റെ പേരിലുള്ള ആദ്യ പുരസ്കാരം കൊടുക്കുന്നത് S. രാമേന്ദ്രൻ പിള്ളയ്ക്കാണ്. അദ്ദേഹമാണ് ഈ പുരസ്കാരം ഏറ്റുവാങ്ങാൻ വരിക. അത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം വരുമ്പോൾ ഈ സുധാകരൻ ആ വേദിയിലേക്ക് എത്താൻ സാധ്യതയില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതിൽ തന്നെ നമുക്കറിയാം, S. രാമേന്ദ്രൻ പിള്ള ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഘട്ടത്തിൽ അന്ന് കർഷക തൊഴിലാളി യൂണിയന്റെ ജില്ലാ സെക്രട്ടറി ജി. സുധാകരനായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ കർഷക തൊഴിലാളി യൂണിയന്റെ മാസികയുടെ പേരിലാണ് ഇത്തരത്തിലൊരു അവാർഡ് തീരുമാനിച്ചിട്ടുള്ളത്. ആ അവാർഡിൽ ഈ മാസികയുടെ എഡിറ്ററായി ദീർഘകാലം സേവനം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ജി. സുധാകരൻ എന്നുള്ളതാണ്. ഇത്രയും ഒക്കെ പരിഗണനയുള്ള ജി. സുധാകരനും ഡി. ലക്ഷ്മണനെ പോലെയുള്ള ആളുകൾ, പ്രത്യേകിച്ച് ജി. സുധാകരനും അപ്പുറം ഡി. ലക്ഷ്മണനെ പോലെയുള്ള ആളുകൾ കർഷക തൊഴിലാളി മേഖലയിൽ നിരന്തരം പ്രവർത്തിക്കുകയും വലിയ മാറ്റങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷെ ഡി. ലക്ഷ്മണനെ പോലും ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. അത്തരത്തിൽ ഒരു മുതിർന്ന നേതാക്കന്മാരെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു പോക്കാണ് നടക്കുന്നത് എന്ന് പറയുന്നതിനെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളും. എന്തായാലും ഇത് പുതിയൊരു കാര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. സമുന്നതരായ നേതാക്കന്മാരെല്ലാം CPMന്റെ ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ ആ വേദിയിലേക്ക് ജി. സുധാകരൻ എത്തില്ല. അദ്ദേഹം പറയുന്നത് താൻ എന്ത് റോളിലാണ് ആ വേദിയിലേക്ക് എത്തേണ്ടതെന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. കാരണം ഒരാശംസകന്റെ ഇതിൽ പോലും ആ ഒരു ലിസ്റ്റിൽ പോലും ജി. സുധാകരന്റെ പേരോ നോട്ടീസിൽ പോലും എവിടെയും ഇല്ല എന്നുള്ളതാണ്. അതൊരു അപമാനിക്കലിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ താൻ എങ്ങനെ എത്തണം എന്നുള്ള ചോദ്യം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സുധാകരൻ CPMയുമായി ഇഴഞ്ഞു നിൽക്കുന്നതിനിടെ TA ചന്ദ്രചൂഡന്റെ പേരിലുള്ള അവാർഡ് ജി. സുധാകരൻ നൽകാൻ RSP ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാന്, ഈ വിഷയത്തിൽ തീരുമാനമായി. നമുക്കറിയാം, കോൺഗ്രസ് വേദിയിലടക്കം സുധാകരൻ പങ്കെടുത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പല അഭിപ്രായങ്ങളും അദ്ദേഹത്തിന്
പങ്കുവെക്കാനുമുണ്ടായിരുന്നു ആ വിഷയത്തിലൊക്കെ. ഇപ്പോൾ എന്താണ് പുതിയ RSPയുടെ നീക്കം? വരുന്ന ഒക്ടോബർ 31 ടി ജെ ചന്ദ്രചൂഡൻ അനുസ്മരണമാണ്. അതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ വെച്ച് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ടി ജെ ചന്ദ്രചൂഡൻ ഫൗണ്ടേഷൻ RSPയുടെ സഹകരണത്തോടെയാണ് നടത്തുന്നത്. അവിടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ അനുസ്മരണ യോഗത്തിലായിരിക്കും ടി ജെ ചന്ദ്രചൂഡൻ്റെ പേരിലുള്ള അവാർഡ് ജി സുധാകരന് നൽകുക. അത് ഷിബു ബേബി ജോണാകും ഈ അവാർഡ് സമ്മാനിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 2 ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ അറിയിപ്പ് പുറത്തു വരും എന്നാണ് ഈ ഫൗണ്ടേഷൻ അറിയിക്കുന്നത്. അതായത് ഇതിൻ്റെ രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മൾ കാണേണ്ടത്. ഒരു വശത്ത് CPM-മായി ജി സുധാകരൻ കടുത്ത അതൃപ്തിയിൽ തുറന്ന പോരിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, മറുവശത്ത് അതിനെ രാഷ്ട്രീയ അവസരമാക്കി മാറ്റി ജി സുധാകരനെ ഒപ്പം ചേർത്ത് നിർത്താനുള്ള കോൺഗ്രസിൻ്റെ നീക്കങ്ങൾ. അതിനിടയിൽ RSP പരസ്യ പിന്തുണയുമായി വരുന്നു. അപ്പോൾ തന്നെ ടി ജെ ചന്ദ്രചൂഡൻ്റെ പേരിലുള്ള ഈ അവാർഡ് ജി സുധാകരന് നൽകാനുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. വരുന്ന 31 ഈ അവാർഡ് പ്രസ് ക്ലബിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഷിബു ബേബി ജോൺ തന്നെ ജി സുധാകരന് സമ്മാനിക്കുമെന്ന ഒരു വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. അങ്ങനെയെങ്കിൽ ഇതിനെ രാഷ്ട്രീയമായി ഈ അവസരം പ്രയോജനപ്പെടുത്താനുള്ള ഒരു നീക്കം കോൺഗ്രസ് ക്യാമ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു, UDF-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായി ഇത് വ്യാഖ്യാനിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതാണ് സാഹചര്യം. നേരത്തെ കോൺഗ്രസ് വേദിയിൽ സുധാകരൻ സംസാരിച്ചതൊക്കെ CPM-ൽ ഉണ്ടാക്കിയ അസ്വാരസ്യം ചെറുതല്ല. സുധാകരനുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണങ്ങൾ ഒന്ന്, അവിടെ എത്തി സുധാകരൻ സംസാരിച്ച സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കേരളം നമ്പർ 1 എന്നൊക്കെയുള്ള പരാമർശമായിരുന്നു. സമാനമായ തരത്തിൽ ഇപ്പോൾ വീണ്ടും UDF സംഘടിപ്പിക്കുന്ന, പ്രത്യേകിച്ചും RSP സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ സുധാകരൻ പങ്കെടുക്കാൻ പോവുകയാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.